Good afternoon. Good afternoon. Good afternoon. കേൾക്കാമോ? ഗുഡ് ആഫ്റ്റർനൂൺ മാം. കേൾക്കാം. Good afternoon. ഗുഡ് ആഫ്റ്റർനൂൺ മാം. Good afternoon. Prayer. Prayer ആരാണ്? Prayer ആരുമില്ല? എന്താ prayer ആരും പാടാത്തെ? ഹലോ മാം, അഞ്ചല്ല. അഖിലാണ്ട മണ്ഡലമണി ചൊരുക്കി അതിനുള്ളിൽ ഞാനുണ്ട് ദീപമൊരുക്കി പരമാണ പൊരുളിലും സുരണമായി മിന്നും പരമപ്രകാശമേ സ്വരണമായി നിത്യം. ഓക്കെ മാം. Okay. Thought of the day. Thought of the day. ഞാൻ പറയാം മാം. ദ ബെസ്റ്റ് വേ ടു പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ ഈസ് ടു ക്രിയേറ്റ് ഇറ്റ്. ഭാവി പ്രവചിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് സ്വയം സൃഷ്ടിക്കുക എന്നതാണ്.
Okay, very good. Sign in. Sign in. ഞാൻ തന്നെ പറയണം. The power of focus. Focus is very powerful. When you focus on one thing, your brain works better. You learn faster and remember more. But if you try to do many things at the same time, your brain gets tired and confused. Scientists say focus is like a muscle. The more you use it, the stronger it becomes. Thank you, ma'am. Okay, very good. എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രയറിനും തോട്ടിനും സൈനിങ്ങിനൊക്കെ ഇങ്ങനെ ലേറ്റ് ആവുന്നത്? എന്തുകൊണ്ടാണ്? അതിന് പ്രിപ്പയർഡ് ആവുന്നില്ല ഇതൊന്നും? എല്ലാരും കൂടെയാണ് ചോദിച്ചത്. പൊതുവെ ക്ലാസ്സിന് കുട്ടികൾ കുറവാണ് തോന്നുന്നു മാം. എന്ത് പറ്റി? എല്ലാവർക്കും സുഖമില്ലാഞ്ഞിട്ടാണോ? അറിയില്ല. ഞാൻ മിക്കവാറും ഇന്നും ക്ലാസ്സിന് ഉണ്ടാവാറുണ്ട്. 35 കുട്ടികളൊക്കെ എന്നും ഉണ്ടാവലുണ്ട്. 35-36 കുട്ടികളൊക്കെ. നിങ്ങൾ രാവിലെ ഗ്രൂപ്പിൽ നിങ്ങൾ ഇങ്ങനെ പറയാറില്ലേ ഇത് പ്രയർ ആരാണ് തോട്ട് ആരാണെന്നൊക്കെ എല്ലാരും ജോയിൻ ചെയ്യുന്നേ ഉള്ളെന്ന് തോന്നുന്നു. ഓക്കെ. അല്ല, അങ്ങനെ നിങ്ങൾ പ്രിപ്പയർഡ് ആവാറുണ്ടോ? എല്ലാ ദിവസവും ലിസ്റ്റ് ഒക്കെ ഇടുന്ന മിക്ക ദിവസം ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. PDF കാണാമോ നന്നായിട്ട്? യെസ് മാം. ഓക്കെ, നമ്മൾ യൂണിറ്റ് 7 അവിടെ വരെ എടുത്തു. യൂണിറ്റ് 7 എവിടെ വരെ പറഞ്ഞു ഓർമ്മയുണ്ടോ? സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് ആണ് എടുത്തത്. അതുവരെ എടുത്തത്. അതിലാ പോയിന്റുകളാണ് ഇനി പറയാനുള്ളത്. ഓപ്പറേറ്റിംഗ് സ്കൂൾ ആനിവേഴ്സറി അതൊക്കെ തോന്നുന്നു ഇനി പറയാനുള്ളത്. സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞല്ലോ. സയന്റിഫിക് ടെമ്പർ ആൻഡ് സിറ്റിസൺഷിപ്പ് വരെയും പറഞ്ഞു തന്നില്ലേ? നെക്സ്റ്റ് കൾച്ചറൽ ആൻഡ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ആയിരിക്കും. 5th തുടങ്ങിയായിരിക്കും അല്ലെ? ആണോ? പേജ് നമ്പർ. അതെ മാം. Yes. Cultural and recreational activities. Pupils may be able to develop artistic talent and skills. The undermentioned occasions may be utilized for the purpose. നമ്മൾ എന്തിനാണ് സ്കൂളുകളിൽ റീക്രിയേഷണലി കൾച്ചറൽ ആയിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ ഉൾപ്പെടുത്തുന്നത്? എന്ത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? എക്സ്ട്രാ കരിക്കുലർ ആർട്ടിസ്റ്റിക് ടാലന്റ്സും സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ ഓരോ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. യെസ്. അതോടൊപ്പം തന്നെ എന്താണ് അവരെ ഒരുമിച്ച് പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ അവിടെ യൂണിറ്റി, കോപ്പറേഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്സ് പോലുള്ള വാല്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? കുട്ടികൾ തമ്മിൽ പല പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ആനിവേഴ്സറിയിൽ പല പ്രോഗ്രാംസുകളുണ്ട്. അതിലൊക്കെ അവർ ഒരുമിച്ച് പങ്കെടുക്കുന്നവരുണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ട് പങ്കെടുക്കുന്നവരുണ്ട്. അതിൽ തന്നെ എന്താണ് നമ്മൾ ഇപ്പൊ സ്കൂളുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആനിവേഴ്സറീസ്, യൂത്ത് ഫെസ്റ്റ്, മറ്റ് പ്രോഗ്രാംസ് ഒക്കെ കുട്ടികളുടെ ആ ഒരു താല്പര്യം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുള്ളൂ. എന്തുകൊണ്ടാണ് അവർക്ക് അതിന് ഇൻട്രസ്റ്റ് വരാൻ കാരണം? എന്തുകൊണ്ടാണ്? അവർക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യാനും അത് ഭയങ്കര സന്തോഷമായിരിക്കും. അത് സന്തോഷമാണ്. പ്രോഗ്രാം പങ്കെടുക്കാനും ഏത് തരം പ്രോഗ്രാംസ് ആണെങ്കിലും ഇപ്പൊ ഡ്രാമ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് തരം ഗ്രൂപ്പ് ഡാൻസോ ഗ്രൂപ്പ് സോങ്സോ മൈമോ അല്ലെങ്കിൽ മൊണാക്ടോ എന്താണെങ്കിലും എന്താണ് ഒരുപാട് സന്തോഷമാണ് അവർക്ക് കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കാനായിട്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കാനായിട്ട് കുട്ടികൾ തയ്യാറാകുന്ന ഒരു സിറ്റുവേഷൻസ് ആണത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ട് പങ്കെടുക്കുന്ന കുറച്ച് പ്രോഗ്രാംസിൽ ഉൾപ്പെടുന്നതാണ് എന്താ കൾച്ചറൽ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ഓപ്പറേറ്റിംഗ് സ്കൂൾ ആനിവേഴ്സറി, സ്പോർട്സ് ഡേ എക്സെട്ര. അപ്പൊ നമ്മൾ അവരുടെ ഇത്തരം പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കണ്ടക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്? സ്കൂൾ ആനിവേഴ്സറീസുകൾ അല്ലെ. സ്കൂൾ ആനിവേഴ്സറീസിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ കുട്ടികളുടെ പ്രോഗ്രാംസുകൾ കൂടുതൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പൊ ഏതൊക്കെ കുട്ടികൾക്കാണ് താല്പര്യം, അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് മാക്സിമം നമ്മൾ അത് ഉൾപ്പെടുത്താൻ നോക്കുന്നതായിരിക്കും നല്ലത് അല്ലെ. പിന്നെ സ്പോർട്സ് ഡേസുകൾ സംഘടിപ്പിക്കുക. സ്പോർട്സ് ഡേ അല്ലെ, നമ്മൾ അറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു അക്കാദമിക് ഇയറിലെ ഒരു പ്രാവശ്യം ഒരു സ്പോർട്സ് ഡേ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് അല്ലെ. അവരുടെ കായികമായിട്ടുള്ള കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെ. അതിന് അങ്ങനെ സ്പോർട്സ് താരങ്ങളെ കണ്ടെത്താനായിട്ടും അല്ലെങ്കിൽ അത്തരം എസ്തെറ്റിക് ടാലന്റ് ഉള്ള കുട്ടികളുണ്ടാവും അല്ലെ. കൈനസെറ്റിക് ടാലന്റ് ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, കായികക്ഷമതയുള്ള കുട്ടികൾ ഉണ്ടാവും. അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്പോർട്സ് ഡേ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, യെസ്. ദെൻ അടുത്ത പ്രോഗ്രാംസ് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഓർഗനൈസിങ് കൾച്ചറൽ ഫെസ്റ്റിവൽസ്, ആർട്ട് എക്സിബിഷൻസ്, മ്യൂസിക്കൽ പെർഫോമൻസ്, ലിറ്ററസി ഡിസ്പ്ലേസ് എക്സെട്ര. എന്തൊക്കെയാണ് കൾച്ചറൽ ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത്? നമ്മൾ സ്കൂളുകളിൽ ആഘോഷിക്കാറുള്ള ഓണം, ഇത് അതുപോലെയുള്ള ദീപാവലി, വിഷു, ഓണം, ക്രിസ്മസ്, വിഷു ആഘോഷിക്കാറുള്ള ന്യൂ ഇയർ സെലിബ്രേഷൻസ്. അങ്ങനെ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസുകൾ ആഘോഷിക്കുമ്പോൾ നമ്മള് കുട്ടികളെ എന്താണ് അവിടെ മനസ്സിലാക്കുന്നത്? ഏത് തരം ആഘോഷമാണ്? ഇപ്പൊ ഓണം ആണെങ്കിൽ നമ്മുടെ കുറിച്ചിട്ടുള്ള പ്രാധാന്യം തിരിച്ചറിയാം അല്ലെ. എന്തുകൊണ്ടാണ് ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ഓണത്തിന്റെ ആ ഒരു ചരിത്രപരമായിട്ടുള്ള സവിശേഷതകളെ കുറിച്ച് കുട്ടികൾക്ക് കൂടുതൽ അറിയാം. അപ്പൊ അതോടുകൂടി അത്തരം കൾച്ചറൽ ആയിട്ടുള്ള കുറെ വാല്യൂസ് കുട്ടികൾ അവിടെ മനസ്സിലാക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ പഴയ കാലഘട്ടത്തെ കുറിച്ച്, ആ ഓണം ഉണ്ടായിരുന്ന ആ ഒരു പഴയ മാവേലിയുടെ ആ ഒരു കാലഘട്ടത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ കുട്ടികളിൽ അന്നുണ്ടായിരുന്ന വാല്യൂസിനെ കുറിച്ചിട്ട് അവർക്ക് തിരിച്ചറിയാനായിട്ട് ഇത്തരം പ്രോഗ്രാംസിലൂടെ മാത്രമേ നമുക്കിനി അത് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അല്ലാതെ കള്ളവും ചതിയില്ലാത്തൊരു ലോകത്തിന് നമുക്കിനിയിപ്പോ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ഇപ്പോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. നമുക്കിപ്പോ അത് വെറും മെമ്മറീസ് മാത്രമാണ് അല്ലെ, ഓർമ്മകളിലൂടെ അല്ലെ, നമ്മുടെ കുറച്ച് വാക്കുകളിലൂടെ പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് മഹാബലി വാണിരുന്ന ആ ഒരു കാലഘട്ടത്തെ കുറിച്ച്. അങ്ങനെ കൾച്ചർ സ്പെസിഫിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കുട്ടികൾ അതിന്റെ വാല്യൂസ് അങ്ങനെ മനസ്സിലാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്തത്. മാത്രമല്ല അതും ഒത്തൊരുമയുടെ ഒരു ആഘോഷമാണ് അല്ലെ. ഓണം ആണെങ്കിലും, വിഷു ആണെങ്കിലും, ക്രിസ്മസ് ആണെങ്കിലും, ഈദാണെങ്കിലും, റംസാൻ ആണെങ്കിലും ഒക്കെ എന്താണ്, ഒരുമയുടെ ആഘോഷമാണ് അല്ലെ. സ്നേഹം പങ്കിടുന്ന ഒരു ആഘോഷമാണ്. അപ്പൊ അവിടെ സ്നേഹം എന്ന വാല്യൂസിനും അവിടെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആർട്ട് എക്സിബിഷൻസ്. എന്താണ് ആർട്ട് എക്സിബിഷൻസ്? പ്രദർശനം, പ്രദർശനങ്ങൾ, ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സൃഷ്ടികളൊക്കെ എക്സിബിറ്റീസ് നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പൊ സ്കൂളിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീക്കെൻഡ്സിലൊക്കെ ആയിരിക്കും നമ്മൾ ഇതൊക്കെ ചിലപ്പോൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങൾ, ഏതെങ്കിലും ദിവസങ്ങളോടനുബന്ധിച്ചിട്ടൊക്കെ നമ്മൾ ആർട്ട് എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. കുട്ടികളുടെ സർഗസിദ്ധമായിട്ടുള്ള എല്ലാ കഴിവുകളും പരിപോഷിപ്പിക്കുന്നതിനും ഇത്തരം പ്രോഗ്രാംസ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. പുരാവസ്തുക്കളൊക്കെ പ്രദർശനത്തിന് വെക്കാറുണ്ടല്ലോ അങ്ങനെ സ്കൂളിലൊക്കെ വെക്കാറുണ്ട്. പിന്നെ നമ്മള് കുട്ടികളെ ചീപ്പായിട്ടുള്ള പ്രൊഡക്ട്സ് ചെയ്ത് കുറെ നല്ല പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ ചിരട്ട അല്ലെങ്കിൽ വേസ്റ്റ് പ്രൊഡക്ട്സ് ചെയ്തൊക്കെ കുട്ടികൾ പല ഉപകരണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. പെയിന്റിങ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒക്കെ എക്സിബിഷൻസ് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഏത് എക്സിബിഷൻസും, ആർട്ട് മാത്രമല്ല മറ്റ് ടാലൻസുകൾ വികസിപ്പിക്കുന്ന എക്സിബിഷൻസും നമ്മളിപ്പോ എന്തെങ്കിലും ലിറ്ററസി ഫോംസ് ഒക്കെ ഉദ്ദേശിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. മ്യൂസിക്കൽ പെർഫോമൻസ്, അത് മിക്കവാറും നമ്മള് മ്യൂസിക്കൽ ടാലന്റ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രിഫർ ചെയ്യാറ് അല്ലെ. മ്യൂസിക്കൽ പെർഫോമൻസ് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ? കുറച്ചുകൂടി മ്യൂസിക്കൽ ടാലന്റ് ഉള്ള കുട്ടികള് അല്ലെങ്കിൽ ചിലപ്പോൾ ബിഗിനേഴ്സ് ഉണ്ടായിരിക്കും. വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. റേഞ്ച് ഉള്ളോടത്തിരിക്കണ കേട്ടോ. ഓക്കെ, ലിറ്ററസി ഡിസ്പ്ലേസസ് എക്സെട്ര. ലിറ്ററസി ഡിസ്പ്ലേസസ് എന്താണ്? റീഡിംഗ് കോമ്പറ്റീഷൻ, റൈറ്റിംഗ് കോമ്പറ്റീഷൻ, അതൊക്കെയാണോ? മെമ്മറി ടെസ്റ്റ്, അതാണോ ഡിസ്പ്ലേസസ്? തന്നെയാണോ? ലിറ്ററസി എന്ന് പറഞ്ഞ സാക്ഷരത എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. ലിറ്ററസി ഡിസ്പ്ലേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രദർശനം. പ്രദർശനമാണ്. എന്തിന്റെയാണ് സൂചിപ്പിക്കുന്നത്? ഭാഷാപരമായ
നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറയാം. നമുക്ക് കുറച്ച് എല്ലാവരും കൂടി ഇനി പറഞ്ഞു കേട്ടിട്ട് അതിൽ ഏതാണെന്ന് സെലക്ട് ചെയ്യാം. എല്ലാവരും കൂടി ഒന്ന് പറയട്ടെ. പല അറിവുകളുടെയും പ്രദർശനമാണ്. യെസ്. അപ്പൊ മേരി ദൃശ്യതകണം കണ്ടോ, കവിത, കഥ എഴുതുന്നത്. അതായത് കുട്ടികളുടെ ലിറ്ററസി ഡിസ്പ്ലേ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു വലിയ ബോർഡ്സ് കാണാറുണ്ടാവും. നിങ്ങള് ഇപ്പോ ചിലപ്പോ പ്രിൻസിപ്പളിന്റെ റൂമിന് തൊട്ട് മുന്നിലായിരിക്കും ഒരു വലിയ ബോർഡ്. അതിൽ കുട്ടികൾ ചെയ്തിരുന്ന കുറെ ആക്ടിവിറ്റീസ് കാണാൻ പറ്റും. എന്തെങ്കിലും കവിതകള്, കഥകള്, അല്ലെങ്കിൽ എന്തോ കത്തല്ലേ കത്ത് 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 ലെറ്റർ അല്ലേടോ? കത്തല്ലേ ഉദ്ദേശിക്ക ലെറ്റർ അല്ലേ ഉദ്ദേശിക്കുന്നത്? ലെറ്റേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ബോർഡില് കുട്ടികള്, യെസ്, കുട്ടികൾ ബോർഡിൽ ഇങ്ങനെ ചെറിയ പേപ്പേഴ്സിലൊക്കെ അതിന്റെ ഇമേജസ് ടീച്ചർ കാണിച്ചു തരാം, കണ്ടാ മനസ്സിലാവും. കണ്ടിട്ടുണ്ടാവുള്ളൂ നിങ്ങള്. വേർഡ് വാൾസ്, ആൽഫബറ്റ്സിന്റെ എല്ലാം ചാർട്ട്സ് അങ്ങനെയാണോ? അല്ല, അതിനെല്ലാം ഉൾപ്പെടുത്താം. അതെല്ലാം ഉണ്ടാവും. അവർ എഴുതിയ കവിതകൾ ഉണ്ടാവും, കഥകൾ ഉണ്ടാവും, പിക്ചേഴ്സ്, പെയിന്റിങ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതേപോലെ പിക്ചർ കാണിച്ചു തരാം. ടീച്ചർ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നുണ്ടോ? പിക്ചേഴ്സ് മേക്ക് ചെയ്യണത്, സ്പീച്ച്, അതൊക്കെ ലിറ്ററസി എല്ലാം ഉണ്ടാവും. ഇത് കാണാമോ? കാണാം. ഓക്കെ. ഇത് ഓരോ സ്കൂൾ റിലേറ്റഡ് ആയിട്ടായിരിക്കും. അതായത് ഓരോ സ്കൂളിൽ പറയുന്ന ആക്ടിവിറ്റീസ് അനുസരിച്ചിട്ടായിരിക്കും ഉള്ള കുട്ടികൾ ക്രിയേറ്റ് ചെയ്ത്. ഇപ്പൊ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള രീതിയിലാണ്. ചിലതിൽ എന്താണ് വെറുതെ ജസ്റ്റ് പേപ്പേഴ്സ് മാത്രമായിരിക്കും. ഇത് കുറച്ചുകൂടി കളർഫുൾ അല്ലേ കുട്ടികൾ ചെയ്തിരിക്കുന്നത്? കണ്ടോ? അതെ, നമ്മുടെ ക്ലാസ്സിലെല്ലാം ഇങ്ങനെ ചെറിയ ക്ലാസ്സിൽ ചാർട്ട്സിൽ ഓരോന്ന് ചെയ്യാറില്ലേ? അതും അതിൽ പെടുമായിരുന്നു. അതോ അതിൽ പെടും, എല്ലാം ഉൾപ്പെടാം. ലിറ്ററസി ഡിസ്പ്ലേസ് എന്ന് പറയുന്നത് കുട്ടികളുടെ എല്ലാത്തരം കഴിവുകളും അതിൽ അവർ പ്രദർശിപ്പിക്കുകയാണ്. ഓക്കെ. ഇപ്പൊ കഥകളായിക്കോട്ടെ, കവിതകളായിക്കോട്ടെ, ചെറിയ ചെറിയ പെയിന്റിങ്സ് ആയിക്കോട്ടെ, എല്ലാം അതിൽ വരും. വേറൊരു പിക്ചറും കൂടി കാണിച്ചത് കുറച്ചുകൂടി മനസ്സിലാവും. ചില സ്കൂളിൽ കുറച്ച് തീം കൊടുക്കാറുണ്ട്. ചില സ്കൂളുകളില് തീം കൊടുക്കും. ചിലപ്പോ പിക്ചേഴ്സ് മാത്രമായിട്ട് ഉൾപ്പെടുത്തി, ഇപ്പൊ അവര് ഡ്രോയിങ്സ് മാത്രം ഉൾപ്പെടുത്തി കൊടുക്കാറുണ്ട്. ചിലതില് ചിലപ്പോൾ കവിതകൾ മാത്രം, അങ്ങനെയൊക്കെ തീം കൊടുത്തിട്ടും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മിക്സ്ഡ് ചെയ്തിട്ടും എന്താണ് ലിറ്ററസി ഡിസ്പ്ലേസിൽ പ്രദർശിപ്പിക്കാറ്. പിന്നെ കൾച്ചറൽ ഫെസ്റ്റിവൽസിന്റെ ബേസ്ഡ് ആയിട്ടുള്ള തീംസും കൊടുക്കാറുണ്ട്. കൊടുക്കാറുണ്ട്. അപ്പൊ ഓരോ സ്കൂൾ അവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ടായിരിക്കുള്ളൂ. ഇത് കംപ്ലീറ്റ് റീഡിങ്സുമായി ബന്ധപ്പെട്ടതാണ്. കുറെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പേപ്പേഴ്സ് മാത്രമേ ഉള്ളൂ, അവരെ ചെയ്തിരിക്കുന്ന പേപ്പേഴ്സ് മാത്രമാണ് അതിൽ. അപ്പൊ സ്കൂളുകളിൽ മിക്കവാറും ഏതെങ്കിലും ഇപ്പൊ ഒരു ഫ്രൈഡേയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേ അവർക്ക് കൊടുക്കും. ആ ഡേറ്റില് എന്താണ് അവർ തയ്യാറാക്കിയ ഡിസ്പ്ലേസസ് അവർക്ക് എന്താണ് അങ്ങനെ ക്ലാസ് ടീച്ചറിന്റെ കയ്യിൽ കൊടുക്കുക. അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. അവിടെ ഇങ്ങനെ ഒരു ട്രെയിൻ ഉണ്ടായിരിക്കും. അതിലിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതായത് പ്രസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു സൂചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കുള്ളൂ ആ ഒരു ബോർഡ് തയ്യാറാക്കിയിരിക്കുന്നത്. മിക്കതും ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം പ്രിൻസിപ്പൾ ഇല്ല, നമ്മുടെ HMന്റെ റൂമിന് തൊട്ട് പുറകിലോ അല്ലെങ്കിൽ സൈഡിലോ എവിടെയെങ്കിലും ഒരു കോർണറിലായിരിക്കും ഈ ബോർഡ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ പുറത്ത് ഒരു വാളില് ഒരു റെഡ് വെൽവെറ്റിന്റെ ഒരു സംഭവം പതിപ്പിച്ചിട്ട് അതിന്റെ മുകളിൽ പിൻ ചെയ്ത് വെച്ചത് കാണാം. പിൻ ചെയ്ത് വെക്കുന്നത് കാണാൻ പറ്റും. അത് ഓരോ സ്കൂളിന്റെ അനുസരിച്ചിട്ട് പല ഫെസിലിറ്റീസിൽ അവർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ അത് നല്ലതാണ്. കിൻഡർ ഗാർഡൻസിലൊക്കെ ഈ പറഞ്ഞ പോലെ കളർ ഡേയ്സ് ഒക്കെ ഇല്ലേ, ബ്ലൂ ഡേ, റെഡ് ഡേ, അതിനൊക്കെ അവര് ഫുള്ള് ഇത് ചെയ്യാറുണ്ട്. ഇത് വ്യത്യസ്ത കളറുകൾ ഉപയോഗിച്ച് കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേസ് ആണ് കേട്ടോ. കാണാമോ? പിന്നെ നമ്മളിപ്പോ ഓരോ സ്കൂളിൽ ഇതേപോലെ റെഡ് അല്ലെങ്കിൽ ബ്ലൂ ഹൗസ്, റെഡ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ ഓരോ ഹൗസിന്റെ പേരിലും ഓരോ ലിറ്ററസി ഡിസ്പ്ലേസുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഗ്രീൻ ഹൗസ് ആയിരിക്കും ചിലപ്പോൾ മണ്ടെങ്കിൽ, ട്യൂസ്ഡേ വേറെ ഹൗസ്, അങ്ങനെ പല രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ലിറ്ററസി ഡിസ്പ്ലേസസ് കണ്ടക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. യെസ്. പിന്നെ ക്ലാസ് മാഗസിൻ ഉണ്ടാവും എല്ലാ മാസവും. ഇവരെ സ്കൂളിലൊക്കെ എല്ലാ മാസവും ഉണ്ട് മാഗസിൻ. അപ്പൊ ഏത് ക്ലാസ്സിലും ഉണ്ടാവാറ്. പിന്നെ തോട്ട് ഫോർ ദ ഡേയും അവര് അതില് ഇതാക്കും. എന്താണല്ലേ നീ ചോദിച്ചത്? അല്ല, തോട്ട് ഫോർ ദ ഡേയും അവരത് പിൻ ചെയ്ത് വെക്കും.
നമ്മൾ പറഞ്ഞത് ഓർഗനൈസിംഗ് കൾച്ചറൽ ഫെസ്റ്റിവൽസ്, ആർട്ട് എക്സിബിഷൻസ്, മ്യൂസിക്കൽ പെർഫോമൻസ്, ലിറ്ററസി ഡിസ്പ്ലേസ്, എക്സെട്ര. Then inspire students to participate in hobbies, games, sports, dramas, folk dance, recitations, all mirroring ideas like the unity of our heritage, religious toleration, etc. ഇനി അടുത്ത കൾച്ചറൽ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പറഞ്ഞേ. അവരെ ഇൻസ്പയർ ചെയ്യാം. പാർട്ടിസിപ്പേറ്റിംഗ് ഹോബീസ്, ഗെയിംസ്, സ്പോർട്സ്, dramas, folk dances, recitation, all mirroring ideas like the unity of our അതായത് റെസിറ്റേഷൻസ് ചെയ്യുമ്പോൾ അവർ ഏതൊക്കെ രീതിയിൽ ഐഡിയാസ് വെച്ചിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്യിപ്പിക്കണം അവരെ കൊണ്ട്? ഏതൊക്കെയാണ് ഇവിടെ പറയുന്നത്? യൂണിറ്റി ഓഫ് our heritage, റിലീജിയസ് ആൻഡ് ടോളറേഷൻസിനെ, അങ്ങനത്തെ അത്ര റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള റെസിറ്റേഷൻസ് ആയിരിക്കണം അവരെ കൊണ്ട് എഴുതിപ്പിക്കേണ്ടത്, അല്ലെ? ഓക്കെ, അപ്പൊ അതെന്തിനാണ്? ആ വാല്യൂസ് ഒക്കെ അവർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ആ ടോപ്പിക്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്, അല്ലെ? അതായത് എനിക്ക് തോന്നുന്നത് ഈ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മളെപ്പോഴും ആനുവൽ ഡേയ്സ് ഒക്കെ വരുമ്പോൾ അതിൽ പങ്കെടുക്കാൻ അവരെപ്പോഴും ഒരു ആരൊക്കെയാണെന്ന് പാട്ടില്ല അല്ലെങ്കിൽ ഗ്രൂപ്പ് സോങ്ങിന് പങ്കെടുക്കുക എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ക്ലാസ് ഓൾ എണീറ്റ് എന്ന് കൈപൊക്കാറുണ്ട്, അല്ലെ? ഇതിന് വേറെ ഒരു കാര്യവും ഉണ്ട് അവർക്ക്. ഒന്നാമത് ക്ലാസ് കട്ട് ചെയ്യണം, അത് വേറെ കാര്യം. പിന്നെ കുട്ടികൾക്ക് എന്താണ് ഇഷ്ടമാണ്, അല്ലെ? ഇഷ്ടമാണ്. നമുക്ക് നിങ്ങളുടെ സ്കൂൾ കാലഘട്ടം ആലോചിച്ച് നോക്കി, നമ്മളെല്ലാവരും യൂത്ത് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ആനുവൽ ഡേ അല്ലെങ്കിൽ എന്താണ് കലോത്സവം ഒക്കെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് കണ്ടിരുന്ന സമയങ്ങളാണ്, അല്ലെ? ക്ലാസ് കട്ട് ചെയ്യാൻ മാത്രമല്ല, ഒരുപാട് പ്രോഗ്രാംസ് കാണാം, ഒരുപാട് പേര്, അല്ലെങ്കിൽ ഒരു രസമാണ്, അല്ലെ? നമ്മൾ എന്നും പഠനത്തിൽ നിന്ന് മാറി മറ്റൊരു ദിവസങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ളത്. എപ്പോഴും സന്തോഷമായിരിക്കുള്ളൂ. ഓക്കെ, എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ല കാലഘട്ടങ്ങളാണ് കലോത്സവം, ആനുവൽ ഡേ എന്ന് പറയുന്നത്, അല്ലെ? ആണോ? നിങ്ങൾക്ക് ഹൗസ് ക്യാപ്റ്റൻ ആവുക, എന്നിട്ട് അത് കണ്ടക്ട് ചെയ്യുക, എല്ലാരെയും കോർഡിനേറ്റ് ചെയ്യാൻ. ഞാൻ 2-3 പ്രാവശ്യം ഹൗസ് ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. ഭയങ്കര രസമുള്ള സംഭവം. ഞാനും. Okay. Then operating inter as well as intra-school competition in different areas. അതെന്തായിരിക്കും? Operating inter as well as intra-school competition in different areas. ഇവിടെ എന്ത് പ്രോഗ്രാംസിനെ കുറിച്ചായിരിക്കും സൂചിപ്പിക്കുന്നത്? കലോത്സവമാണ്, അല്ലെ? നമ്മള് മറ്റൊരു ഡിഫറെന്റ് ഏരിയാസിലേക്ക് പോകുന്ന ഓൾറെഡി നമ്മളെപ്പോഴും കലോത്സവങ്ങൾക്ക് മാത്രമാണ്, അല്ലെ? മറ്റൊരു സ്കൂളുമായിട്ടൊരു കോമ്പിനേഷൻ വരുന്നത് കലോത്സവങ്ങളിലായിരിക്കും. ഓക്കെ, ആ ഒരു അത്തരം ശരിക്കും പറഞ്ഞാൽ കലോത്സവങ്ങൾ സംഘടിപ്പിക്കണം എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം എന്താണ്? കുട്ടികൾ പല ഏരിയാസ്, പല കമ്മ്യൂണിറ്റി, പല സ്കൂളുകളുമായിട്ട്, പല കുട്ടികളുമായിട്ട് അവിടെ ഇടപെടലുകൾ നടത്തുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ട് അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്കൂൾ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അവർ ആ ഒരു ചുറ്റുപാട് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ കുട്ടികൾ മാത്രമല്ല അധ്യാപകരുണ്ട്, അല്ലെ? പല അധ്യാപകരുമായിട്ടൊരു ഇടകലരുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോ നിങ്ങൾ കലോത്സവം പല അധ്യാപകരുമായിട്ടും സംസാരിച്ചിട്ടുണ്ടായിരിക്കും, പല അധ്യാപകരെ കണ്ടിട്ടുണ്ടോ? പല സ്കൂൾ ചുറ്റുപാട് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അവരുടേത്, അല്ലെ? എന്തെങ്കിലുമൊക്കെ നല്ലത് ചിലപ്പോൾ കാണാനും പറ്റും. അങ്ങനെയാണ് നമ്മുടെ സ്കൂളിൽ ഇല്ലാത്തത് എന്തൊക്കെയോ അവിടെ ഉണ്ടായിരിക്കും. അത് ശരിക്കും ഇങ്ങനെ പോകുമ്പോൾ മാത്രമാണ് നമ്മൾ അതൊക്കെ തിരിച്ചറിയുന്നത്. മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റൊരു കമ്മ്യൂണിറ്റിയുമായിട്ട് അവിടെ ഇടപെടുകയാണ്, മറ്റൊരു സ്കൂളുമായിട്ട് അവിടെ ഇടപെടൽ നടത്തുകയാണ്. ഓക്കെ, കുട്ടികളുടെ അവിടെ ഒരു കോപ്പറേഷൻസ് ഒക്കെയാണ്, അത്തരത്തിലുള്ള വാല്യൂസും യൂണിറ്റിയൊക്കെയാണ് നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ അങ്ങനെ കലോത്സവങ്ങൾക്ക് പോയിട്ടുണ്ടോ? മറ്റു ജില്ലകളിലെ മറ്റു സ്കൂളുകളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മള് കോർഡിനേറ്റ് ചെയ്തതിന്റെ അപാകതകളും ചിലപ്പോ അത് നമ്മൾ കോർഡിനേറ്റ് ചെയ്തതിന്റെ കൂടുതൽ അറിവുകളും കിട്ടുന്നത് അവിടെ നിന്നായിരിക്കും. നമ്മുടെ ഡ്രസ്സിങ്ങിൽ വരെ ശ്രദ്ധിക്കുന്നതൊക്കെ കണ്ടത് പുറമെ പോയി കലോത്സവത്തിന് പോകുമ്പോഴാണ് മനസ്സിലാവും. യൂണിറ്റി, ഓരോ ഗ്രൂപ്പ് സോങ്ങിനെല്ലാം ഒരുപോലത്തെ ഡ്രസ്സ് ഇട്ട്, ചിലപ്പോ നമ്മളത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ മറ്റുള്ള സ്കൂളിൽ നിന്ന് വരുമ്പോൾ കോർഡിനേറ്റ് ചെയ്യുന്ന അധ്യാപകര് വ്യത്യസ്തരായിരിക്കും, അല്ലെ? അധ്യാപകരുടെ പോലെ ഇരിക്കും. അധ്യാപകരുടെ ആ ഒരു എന്താ പറയാ, അവരുടെ ആ ഒരു ആക്സെപ്റ്റൻസ്, എന്താ പറയാ, ആ കോമ്പറ്റീഷനിൽ വിന്നർ ആവണമെന്നുള്ളൊരു ദൃഢനിശ്ചയം ഉണ്ടായിരിക്കും ഓരോ അധ്യാപകർക്കും, ആ സ്കൂളിൽ വിജയിക്കണം. അങ്ങനെ ഇടപെടുന്ന അധ്യാപകരുണ്ട്. അങ്ങനെയുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾക്കും പ്രോഗ്രസ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയുള്ള കുറെ പേരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരാളില്ലല്ലോ എന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഇടപെടൽ കാണുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ തിരുവാതിരക്ക് നമ്മൾ ഒരുപാട് സ്കൂളിലെ പിള്ളേര് ഉണ്ടാവും, അല്ലെ? തിരുവാതിര അല്ലെങ്കിൽ ഒപ്പനയൊക്കെ അവര് വരുന്ന ഒരുങ്ങി കാണുമ്പോൾ നമ്മൾ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ഡ്രസ്സിങ്സ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും ചിലപ്പോൾ നമ്മളെക്കാൾ ഒരുപടി മുന്നിലായിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിച്ചതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചില്ല എന്നുള്ളത്.
അല്ലെ? അത് അധ്യാപകരുടെ ഒരു മിടുക്ക് തന്നെയാണ് അത്തരത്തിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കുട്ടികളെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. നിങ്ങൾക്കും ഇതേപോലെ അവസരങ്ങൾ വരും കേട്ടോ. ഇപ്പൊ സ്കൂളിൽ പോകുമ്പോൾ ഇപ്പൊ നമ്മുടെ മോണ്ടിസോറി സ്കൂൾ തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഏത് സ്കൂളാണെങ്കിലും കലോത്സവങ്ങൾ നിങ്ങൾക്ക് വരും. എന്തായാലും ഓരോ ഡ്യൂട്ടി തന്നാൽ കൃത്യമായിട്ട് നിറവേറ്റാൻ നിങ്ങൾക്ക് പറ്റണം, പോകണം. ഇപ്പൊ പുറത്തിപ്പോ ജില്ലകളിലാണെങ്കിലും ഇപ്പൊ സ്റ്റേറ്റിലൊക്കെ കൊണ്ടുപോകാനാണെങ്കിലും ചിലപ്പോൾ നമ്മളെ വിളിച്ചെന്നിരിക്കും. ഞാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ നിങ്ങൾ പോവുക, അതൊക്കെ നമുക്കൊരു അനുഭവങ്ങളാണ്. ഒരിക്കലും അങ്ങനെ അവസരങ്ങൾ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ തട്ടിക്കളയരുത്. സ്കൂൾ കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ കലോത്സവങ്ങളൊക്കെ നമുക്ക് എപ്പോഴും നല്ല അനുഭവങ്ങൾ മാത്രമേ തരുള്ളൂ. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ അധ്യാപകർ എന്ന നിലയിൽ അത്തരം വഴികളിൽ കൂടി നമ്മളും കൂടി സഞ്ചരിക്കേണ്ടത് അത്യാവശ്യമാണ്. പല സ്കൂളുകളെ കുറിച്ചും പല കുട്ടികളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാനും പല സാഹചര്യങ്ങളിലൂടെ എങ്ങനെ കടന്നു പോകുന്നൊക്കെ നമ്മളിനി ഭാവിയിൽ നല്ല ടീച്ചറായി മാറി നമുക്കും ഒരു കലോത്സവം നടത്തേണ്ടേക്ക് വന്നാലും നമുക്ക് അതൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അതിനും നിങ്ങൾ അവസരം വന്ന ഒരിക്കലും ഞാൻ പോകില്ല, ഞാൻ മാറി നിൽക്കുന്നു വിചാരിച്ചാലും നിൽക്കരുത് കേട്ടോ. മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇവര് ശ്രദ്ധിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അതായത് അവര് ഒരു ഗ്രൂപ്പ് സോങ് ചെയ്യുന്ന സമയത്ത് അവരെ ഹാൻഡ്സ് എങ്ങനെ മൂവ് ചെയ്യണം എന്ന് വരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ. അത് ഒരുപോലെ മൂവ് ചെയ്യും. അത് കാണാൻ നല്ല ഭംഗിയാണ്. ചിലപ്പോ ആ സമയത്തേക്ക് നമ്മൾ ചിന്തിക്കുക നമ്മൾ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത വരെ. ചിലപ്പോ അതിന് വരെ മാർക്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കുട്ടികൾക്ക് അത്തരത്തിൽ പ്രോഗ്രാംസിൽ വരാണ് നിങ്ങളും കൂടെ പോവുക എന്നതിന് പറയുന്നത്. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ശരിക്കും പറഞ്ഞാൽ ആ ടീച്ചറിന്റെ ആ ഒരു ഇടപെടൽ മുതൽ കുട്ടികൾക്ക് അത്രയും ഇൻസ്പിറേഷൻസ് കിട്ടുന്നത് അല്ലെ? അങ്ങനെ ഒരു ടീച്ചർ നമ്മൾ എല്ലാ സ്കൂളിലും ഉണ്ടായിരിക്കും. മിക്ക സ്കൂളുകളിൽ അങ്ങനെ ഒരു ടീച്ചർ ഉണ്ടായിരിക്കും. അതായത് ഇത്ര പ്രോഗ്രാംസ് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരു അധ്യാപകർ എന്നും ഉണ്ടായിരിക്കും. എവിടെ പോയാലും ഒരാളെ കാണാം. സാറാണെങ്കിലും ചിലപ്പോൾ ടീച്ചർ ആയിരിക്കാം, അത് ഹെഡ് മാസ്റ്റർ ആണ്. അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് കൾച്ചറൽ റീക്രിയേഷൻ ആക്ടിവിറ്റീസ് വരുന്ന പ്രോഗ്രാംസിൽ. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ട് ഇതൊക്കെ കണ്ടക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സ്കൂളുകളിൽ കേട്ടോ. പിന്നെ നിങ്ങൾ ഇനി സ്കൂളുകളിൽ പോകുമ്പോൾ അവിടെ പ്രോഗ്രാംസിലൊന്നും നടക്കുന്നില്ല, അങ്ങനെ ഒന്നും കണ്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് വിത്ത് പെർമിഷൻ എടുത്തുകൊണ്ട്, അതെ ഹെഡ് മാസ്റ്ററുടെ പെർമിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാവുന്നത് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം കേട്ടോ. എങ്ങനെ കണ്ടക്ട് ചെയ്യണം, ഏത് രീതിയിൽ അവതരിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും കുട്ടികൾ അതിൽ കൊണ്ടുവരേണ്ടത് എന്നൊക്കെ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി പ്രോഗ്രാംസ് ഒക്കെ എനിക്ക് കണ്ടക്ട് ചെയ്യാവുന്നത് നല്ല കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ മാത്രമേ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയ കാര്യങ്ങൾ അറിയാം, പെയിന്റിംഗ് കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയാസിൽ ചെയ്യാവുന്നതാണ്. എല്ലാം പെർമിഷൻ എടുത്തുകൊണ്ടായിരിക്കണം കേട്ടോ. യെസ്, എന്റെ മോള് സ്കൂളിൽ ഒരു ടീച്ചർ ഉണ്ട്, രചന മാം എന്ന് പറഞ്ഞിട്ട്. ആ മാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് മുതലേ അവര് ഡാൻസിലും ചേരുന്ന കുട്ടികള് ഫസ്റ്റ് മുതലേ ചേരും. അപ്പൊ ലാസ്റ്റോട്ട് എത്തുമ്പോ ഈ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് അവരെ യുവജനോത്സവം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും കുട്ടികൾ പുറമെ ആയിട്ട് അഥവാ ഒന്നിലും പങ്കെടുക്കാതെ നിൽക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് പിന്നെ അതിന്റെ കോസ്റ്റ്യൂംസ് എല്ലാം അറേഞ്ച് ചെയ്ത് കുട്ടികൾക്ക് അവരുടെ തന്നെ മേൽനോട്ടത്തിൽ ഒരു സംഭവം റെഡിയാക്കാൻ പറയും. ഏതെങ്കിലും ഒരു ഫോണിൽ നിന്ന് തന്നെ കൊടുത്തിട്ട് അവരെന്നെ അത് ക്രിയേറ്റ് ചെയ്ത്, അപ്പൊ ആ ഒരു കുട്ടികൾ പോലും പങ്കെടുക്കാത്ത കുട്ടികൾ ഉണ്ടാവില്ല, എല്ലാരെയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും. അങ്ങനൊരു ടീച്ചർ ഉണ്ട്. അതെ, എല്ലാം തന്നെ അധ്യാപകരുടെ ഒരു മിടുക്ക് കൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത്. കുട്ടികളെ നമ്മളാണ് പ്രോഗ്രസ് ചെയ്തെടുക്കുന്നത് അല്ലെ? അധ്യാപകരുടെ പങ്ക് അതുകൊണ്ടാണ് നിങ്ങളും പഠിക്കുന്നത്. നമ്മള് അധ്യാപകർ എന്ന് പറയുന്നത് ഡിവൈൻ പ്രൊഫഷൻ ആണെന്ന് പറയാറില്ലേ? അതായത് കുട്ടികൾ ഇത്തരത്തിലുള്ള ചെറിയ കഴിവുകളാണെങ്കിൽ നമ്മളിലൂടെയാണ് അവരത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. നമ്മളാണ് അത് ആദ്യം കണ്ടെത്തുന്നത്. ഓക്കെ, യെസ്. അതുകൊണ്ട് തന്നെയാണ് മോണ്ടിസോറി പറയുന്നുണ്ട് ഡിവൈൻ പ്രൊഫഷൻ ആണ് നമ്മുടെ അധ്യാപനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളത് അത്രയും സീരിയസ്നെസ്സോട് കൂടി ആത്മാർത്ഥമായിട്ട് തന്നെയായിരിക്കണം അത് പഠിക്കേണ്ടതും അതിലൂടെ പോയേണ്ടതും. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, MT8 കോൺവോക്കേഷൻ സെറിമണി ആയിരുന്നു, MT8 ബാച്ചിന്റെ. അതെ, അവരെ ഗിഫ്റ്റ്സും മാഗസിൻസ് ഒക്കെ സ്റ്റാറ്റസ് വെച്ചതാണ് കണ്ടിരുന്നല്ലേ? ഓക്കെ, നിങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ബാച്ചാണ്. ഇതുപോലൊന്നും ഒരു ബാച്ച് വരാനില്ല. ഇത്രയും സ്നേഹമുള്ള കുട്ടികളാണ്. ഇത്രയും സ്നേഹം എന്ന് വെച്ചാൽ വാക്കുകളോട് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞങ്ങൾ ഒരു വർഷത്തോളം അവരെ പഠിപ്പിച്ചെങ്കിലും ഇപ്പോഴും ഒരുപാട് ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് തന്നെ ഭയങ്കര വിഷമം. കാരണം ക്ലാസ്സുകൾ ഈ 11:30 ക്ലാസ് അവരുടെ ആയിരുന്നു, അതില്ല. അത്രയും മിസ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കുട്ടികൾ എത്രത്തോളം നല്ല സ്റ്റുഡൻസ് ആയിരിക്കും. നല്ല ടീച്ചേഴ്സ് ആണ്, നല്ല മോണ്ടിസോറി ടീച്ചേഴ്സ് ആയിട്ട് അവർ മാറിയത്. തുടക്കം അവർ നല്ല കുട്ടികളായിരുന്നു, പക്ഷെ ഇടയ്ക്ക് വെച്ച് കുറെ പേരൊക്കെ ഇതുപോലെ ബാക്കോട്ടൊക്കെ പോയി.
പക്ഷെ ഈ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ സ്റ്റേജിൽ കാണാൻ പറ്റിയത് നല്ല ടീച്ചേഴ്സിനാണ്. അതായത് എല്ലാ തരത്തിലും കോൺഫിഡന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അതായത് സ്ട്രെങ്ത്തും കൂടുതലാണ്. ഒരു 300-ഓളം ജോയിൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു 150-ഓളം കുട്ടികളാണ് എത്തിച്ചേർന്നത്. 150-ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ കുട്ടി ഒരാളെ പോലെ അതിൽ നിന്ന് മാറ്റി നിർത്താനില്ല, ഓരോരുത്തരും മികച്ചവരായി മാറിയെന്നാണ്. അപ്പൊ ഞങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ അഭിമാനം. കാരണം ഒരു വർഷത്തോളം അവരുടെ കൂടെ ഒരുമിച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ക്ലാസ് അവരിലൂടെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം അവര് അന്ന് ലാസ്റ്റ് ദിവസം ആ കോൺവൊക്കേഷൻ ഡേയുടെ അന്ന് അവര് പ്രസന്റ് ചെയ്ത കുറെ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു, സ്പീച്ച് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷിലുണ്ടായിരുന്നു, മലയാളത്തിലുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ ഓരോ വാക്കുകള് ഞങ്ങൾ ഓരോ അധ്യാപകർക്കും, മോണ്ടിസോറി പഠിക്കുന്ന ഓരോ അധ്യാപകർക്കും അത്രയ്ക്ക് മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ബാച്ചിനെ പഠിച്ച് പുറത്തേക്ക് ഇറക്കി എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ. പക്ഷെ അവരെ മിസ് ചെയ്യുന്നുള്ളതും അതിലേറെ വിഷമമാണ്. നല്ല കുട്ടികള്. അപ്പൊ അങ്ങനെ റെയർ ആണല്ലോ. അങ്ങനെയൊക്കെ കുറെ പേര് ഒരേപോലെ ഒരു 150 പേര് ഒരുമിച്ച് കിട്ടാന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനും ദൈവാനുഗ്രഹത്തിൽ എന്താ ഭാഗ്യം ഉണ്ടായെന്ന് പറയാം. ഇനിയിപ്പോ നമുക്ക് അധികം നല്ല ബാച്ചുകൾ ഇപ്പോ വന്നിട്ടില്ല. ഇപ്പൊ നിങ്ങൾ 14, 15 മാത്രമാണ് ഞങ്ങളുടെ കൺമുന്നിലുള്ളത്. 14, 15 പിന്നെ 18 നല്ല ബാച്ചസ് ആണ്, കുഴപ്പമില്ലാതെ പോകുന്ന ബാച്ചസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 9 കഴിഞ്ഞിട്ട് പിന്നെ വേറെ നല്ല ബാച്ചസ് ഒന്നും വന്നിട്ടില്ല. 10, 11, 12 ഒന്നും അധികം കുട്ടികൾ ഇല്ലാത്തതാണ്. കുട്ടികളിൽ സ്ട്രെങ്ത് കുറവിന്റെ ആണെന്ന് അറിയില്ലെങ്കിലും നിങ്ങൾ വളരെ അഭിമാനത്തോടെ പഠിപ്പിച്ചിറങ്ങിയ ഒരു ക്ലാസ് ആണെന്ന് തീർത്തും പറയാൻ പറ്റും. വളരെ സന്തോഷത്തോടെ പറയാം കേട്ടോ. ഇപ്പൊ ഒരു ടീച്ചേഴ്സ് ഇങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കുട്ടികൾ എത്രത്തോളം ഞങ്ങളെയും സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. പഠനം മാത്രമല്ല, പഠനത്തിൽ അപ്പുറത്തേക്കായിട്ടുള്ള ഒരു ബന്ധമുണ്ട് നമ്മളെ ക്ലാസ്സില്. അതാണ് അങ്ങനെയൊക്കെ വളരെ വിരളമായിട്ട് കിട്ടുള്ളൂ. അതിന് വേണം ഒരു ഭാഗ്യം. കേട്ടോ നിങ്ങള്? അവരെങ്ങനെയാണ് ഓൺലൈനിൽ ഇത്രത്തോളം ആക്റ്റീവ് ആയതെന്ന് അറിയാനും കൂടി ഒരു ആഗ്രഹം ഇത് കേൾക്കുമ്പോ. എന്താണ്? അവരെങ്ങനെയാണ് ഇത്രത്തോളം ഓൺലൈനിൽ ആക്റ്റീവ് ആയതെന്ന് അറിയാനും കൂടി ഒരു ആഗ്രഹം ഇത് കേൾക്കുമ്പോ. നമ്മള് എല്ലാ പ്രോഗ്രാംസ് അവരെ കൊണ്ട് കണ്ടക്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. ഓണം, ക്രിസ്മസ്, വിഷു, റംസാൻ എല്ലാം പങ്കെടുക്കുമായിരുന്നു. റംസാൻ നമ്മുടെ ഒപ്പനയൊക്കെ ഉണ്ടായിരുന്നു നമ്മള്. പിന്നെ ഓണം സെലിബ്രേഷൻ അടിപൊളിയായിരുന്നു. എന്ത് പ്രോഗ്രാംസ്, ശിശുദിനാണെങ്കിലും ചെറിയ ചെറിയ പ്രോഗ്രാംസ് നമ്മളിവിടെ ആഘോഷിക്കും. ചെറിയ ആഘോഷമാണെങ്കിൽ അവർ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും. ഒന്ന് പറഞ്ഞാൽ മതി എന്തെങ്കിലും. അത് കോപ്പറേഷൻ ആണ് ഭയങ്കര. എല്ലാവരും തമ്മിലുള്ള കോപ്പറേഷൻ കൊണ്ടാണ് ആ പ്രോഗ്രാംസുകൾ വരുന്നത്. അത് തന്നെ ആ പ്രോഗ്രാംസ് പോലെ ഇവിടെ അവർ അവതരിപ്പിച്ചു. സ്കിറ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ ഓൺലൈൻ ഭാരതനെ കുറിച്ചിട്ട് സ്കിറ്റ്, നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു സ്കിറ്റ് ചെയ്തു. പിന്നെ ഒരുപാട് ഒപ്പന ഉണ്ടായിരുന്നു, ഫ്യൂഷൻ ഡാൻസ്, സോങ്സ്, സ്പീച്ച്, വളരെ രസകരമായിട്ടുള്ള പരിപാടികളായിരുന്നു. വൈകുന്നേരം 5:30 ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോ, രാവിലെ 9:00 തുടങ്ങിയിട്ട് 5:30 MTHന്റെ പ്രോഗ്രാം അവസാനിച്ചത്. 5:00 വരെ ഉണ്ടായിരുന്നു. അതും പലരും പല ജില്ലകളിൽ വന്ന കുട്ടികളാണ്. എല്ലാവരും പക്ഷെ തീരുന്നത് വരെ എല്ലാവരും കൂടെ നിന്നു. സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചുള്ള സന്തോഷത്തോടെയാണ് പോയത്. ഞങ്ങൾക്ക് ഓരോ ഗിഫ്റ്റ് വന്നു. പിക്ചേഴ്സ്, ഒരു കുട്ടി ഫർസാന എന്ന് പറഞ്ഞ കുട്ടി നന്നായിട്ട് ഡ്രോയിങ് ചെയ്യുന്നതാണ്, പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന ആള് നമ്മുടെ പിക്ചർ വരച്ചു തന്നു. വരച്ചാണെങ്കിൽ അപ്പൊ അവര് ആരും കാശ് മുടക്കി ഒന്നും ചെയ്തൊന്നുമല്ല, അവരുടേതായ രീതിയിൽ വരച്ചു. നല്ല ഭംഗിയായിരുന്നു. പിക്ചർ ഞാനൊന്ന് കാണിച്ചു തരട്ടെ, എന്റെ പിക്ചർ. വേറൊരു കോയിൻസിഡൻസ് എന്ന് പറയാൻ എന്തല്ലേ എന്താണോ, ഞാനും ഇവിടെ ഇംഗ്ലീഷ് എഴുതുന്ന അശ്വതി മിസ്, ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബെസ്റ്റ് ആണ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ രണ്ടുപേരും MT8 എടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ജസ്റ്റ് പ്ലാൻ ചെയ്തൊന്നുമില്ല, ഒരേപോലത്തെ ഒരു സാരി എടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഗ്രീൻ കളർ സാരി എടുത്തു. പക്ഷെ ഞങ്ങള് കോൺവൊക്കേഷൻസ് അങ്ങോട്ട് ചെന്ന സമയത്ത് കുട്ടികൾ കംപ്ലീറ്റ് ഫുള്ളോരും ഗ്രീൻ കളറായിരുന്നു. ഞങ്ങൾ അറിയാതെ കുറ്റതാണ്. അതാണ് മനസ്സ് തമ്മിലൊരു അടുപ്പം എന്ന് പറയുന്നത് കേട്ടോ. എല്ലാവരും ഗ്രീൻ കളർ. ഞങ്ങൾ എന്താണ് വട്ടറടിച്ചു. ബാക്കിയുള്ള ടീച്ചേഴ്സ് നമ്മൾ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടാണ്, ഞങ്ങൾ അറിഞ്ഞത് പോലും ഇല്ല കേട്ടോ സത്യമായിട്ടും. അവരെല്ലാവരും ഗ്രീൻ കളറായിരുന്നു. ഗ്രീൻ സാരി, ചുരിദാറൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. കാണാമോ പിക്ചർ? കണ്ടോ? കണ്ട് സൂപ്പർ സൂപ്പർ. നല്ല വരക്കുന്ന കുട്ടികളല്ലേ? അതെ. ഒരാളാണ് വരച്ചത്, ഫർസാന എന്ന കുട്ടിയാണ്. എല്ലാ ടീച്ചേഴ്സിനെയും വരച്ചിട്ടുണ്ട്.
എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തു. കണ്ടോ എല്ലാവരും? മിസ് സാരി എടുത്തവരെ കണ്ടിട്ടില്ല. എന്തോ മിസ് സാരി എടുത്തവരെ കണ്ടിട്ടില്ലല്ലോ ക്ലാസ് റൂമിലെ. സാരി ഉടുത്ത് കണ്ടിട്ടുണ്ടല്ലേ? കോൺവെക്കേഷന്റെ പ്രോഗ്രാംസിന് കണ്ടിട്ടുണ്ട്. അധികമായി ഹോസ്റ്റ് ചെയ്യുന്നത് മിസ് തന്നെയല്ലേ അല്ലെ? അധിക പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്യുന്നത് മിസ് തന്നെയാണല്ലോ. സ്മാർട്ട് ശ്രീയുടെ ടീച്ചർ, ആങ്കർ, ഡാൻസർ, അതെ, ഡാൻസിലും ഉണ്ടാവുക, കോൺവെക്കേഷൻ ഡാൻസിലും മിസ്സിനെ തന്നെയാ കാണാറ്. ആങ്കറിങ് കോൺവെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി ആങ്കറിങ് ഞാൻ തന്നെയാണ്. ഇപ്പൊ 14 കോൺവെക്കേഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ HA ബാച്ച്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ, HRM, PG ഒക്കെ ഉണ്ട്. അതിലെല്ലാം ഞാൻ തന്നെയായിരുന്നു MTയുടെ. അതെ, ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി ആങ്കർ ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ടീച്ചറല്ല, വേറെ ടെക്നിക്കൽ സ്റ്റാഫിൽ. ആ കുട്ടിക്ക് ആ ഒരു സമയമായപ്പോഴേക്കും എന്തോ ഒന്ന് ആള് പോയി. ആ ഒരു വേക്കൻസിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സാറ് തലേ ദിവസം കയറാൻ പറഞ്ഞിട്ട് ഞാൻ കയറിയതാണ്. അന്ന് മുതൽ 14 കോൺവെക്കേഷൻ വരെ ഞാൻ ഉണ്ട് ആങ്കറിങ് ചെയ്യാനായിട്ട്. ഡാൻസും നമ്മളൊക്കെ എല്ലാവരും കൂടി തന്നെ പഠിപ്പിക്കുന്നത്. ടീച്ചേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടി. പിന്നെ എല്ലാ കോൺവെക്കേഷനും ടീച്ചേഴ്സിന്റെ ഡാൻസ് ഉണ്ട്. പാട്ടുണ്ടോ? പാട്ടും പാടാറുണ്ടോ ചില സമയമൊക്കെ? നിവർത്തികേട് കൊണ്ട് പാട്ടും പാടാറുണ്ട്, ഇഷ്ടമുള്ളതുകൊണ്ട്. ഓക്കെ, മാഡം അപ്പൊ പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാണ് കോൺവെക്കേഷന് വരുമ്പോ നിങ്ങളും പ്രിപ്പയർഡ് ആയി വരാം, പ്ലാൻ ചെയ്ത് വരാം, പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അതാ ചോദിക്കാൻ വരുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മള് ഇതാക്കുക? ഒരുമിച്ച് ഓൺലൈനിൽ തന്നെയാണോ? ഓൺലൈനിൽ പഠിച്ച കുട്ടികൾ 14 ജില്ലയിലുള്ള കുട്ടികൾ, അബ്രോഡിൽ നിന്ന് ഇവിടെ വരെ വന്ന കുട്ടികളുണ്ട് കേട്ടോ. എല്ലാം സൂം മീറ്റിംഗ് 7 മണിയാകുമ്പോൾ അവർ പറയണം. 7 മണിക്ക് എല്ലാവരും ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ആ സമയമാകുമ്പോൾ എല്ലാവരും സൂമിൽ കയറിയിട്ട് സ്റ്റെപ്പൊക്കെ അവിടെ ഇന്ന് പഠിക്കും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടേ അവര് സൂമിൽ പഠിച്ചതാണെന്ന് തോന്നൂല. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാ ചെയ്തത്. ആ ഒരു ഓൺലൈനിൽ പഠിച്ചിട്ട് വന്ന് ചെയ്തതാണെന്ന് ഒരിക്കലും. ഒപ്പനയ്ക്ക് എന്ത് രസമായിരുന്നത്, അടിപൊളിയായിരുന്നു. സ്കിറ്റ് വരെ, സ്കിറ്റൊക്കെ നമുക്കൊരു ഒരുമിച്ച് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് ഒരുമിച്ച് അടുത്ത ഡയലോഗ് ആര് പറയുന്നതൊന്നും കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. പക്ഷെ അതാണ് ഓൺലൈനിന്റെ ഒരു പവർ എന്ന് പറയുന്നത്, നിസ്സാരമല്ല അല്ലെ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറ്റും. വേണമെങ്കിൽ ചക്ക വെയിറ്റിലും കായ്ക്കുന്നു പറഞ്ഞ പോലെ അല്ലേ? സ്മാർട്ട് ശ്രീയിൽ കഴിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രിപ്പയർഡ് ആവാം. അത് നമുക്ക് സമയമുണ്ട്. നമ്മുടെ എക്സാം കഴിഞ്ഞ് വൈവേക്ക് കഴിയുമ്പോഴേക്കും ഒരു ഡേറ്റ്, കോൺവെക്കേഷന്റെ ഡേറ്റ് നിങ്ങളൊക്കെ ഒരു മാസം മുമ്പേ പറയും. അപ്പോഴേക്കും നിങ്ങൾ അതിന് എല്ലാവരും കൂടി കോപ്പറേറ്റ് ചെയ്ത് നിങ്ങളുടേതായ പ്രോഗ്രാംസ്, ഒരുപാട് വേണമെന്നില്ല, കുറച്ച് ഒരു 4 പ്രോഗ്രാംസ് ആണെങ്കിൽ 4 എണ്ണം നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് പറ്റുന്ന പോലെ. രാത്രി എല്ലാവരും മാറി ഒന്നും നിൽക്കണ്ട കേട്ടോ. ഡാൻസ് അറിയില്ല, പാട്ടറിയില്ല എന്നൊന്നും മാറി നിൽക്കണം. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി ഒരു വേദിയാണെന്ന് മാത്രമല്ല, അന്നൊരു മോണ്ടിസോറി ടീച്ചറായിട്ട് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഒരു ദിവസമാണ് അല്ലെ? ഒരു കോട്ടൊക്കെ ഇട്ട്, ഗൗണൊക്കെ ഇട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് നിങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല അന്ന് ഇവിടെ വന്ന് വാങ്ങിക്കണമെന്ന്? അത് ഭയങ്കര ആഗ്രഹമുണ്ട്. നന്നായിട്ട് ആഗ്രഹിക്കാൻ എത്താൻ പറ്റണം. അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടായിരിക്കണം. നിങ്ങളുടെ വർക്കിന്റെ റിസൾട്ടാണ് അന്നത്തെ ലാസ്റ്റ് ദിവസം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒരിക്കലും നിങ്ങൾക്ക് ഒരു വിഷമമായിരിക്കില്ല. ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് വരാണ് കേട്ടോ. കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറഞ്ഞാണ്, ഇത്രയും കുട്ടികളെ നിങ്ങൾ ഇത്രയും ബാച്ചസിനെ പഠിപ്പിച്ച് അയച്ചുകൊണ്ട് പറയാണ്, ഒരിക്കലും നിങ്ങൾ നിരാശരായിട്ട് പോവില്ല. ഓക്കെ, ഇത്രയും കുറച്ച് നാളുകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലെ? ഇവിടെ എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇത്രയും ടാലന്റഡ് ടീച്ചേഴ്സ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതിങ്ങനെ ഓൺലൈൻ പറയുമ്പോ ഇത്രയും ടാലൻസ് ഉള്ളതോ നിങ്ങളുടെ കൂടെ ചേർന്ന് പോകുന്നുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നതാണ്. നിങ്ങളൊപ്പം നിന്നാണ് ഞങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുന്നത്, അതുകൊണ്ടാണ്. അതെ, നമ്മളൊപ്പം നമുക്ക് എന്തു പറയാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് നമ്മുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാൻ പറ്റുന്നതും. 4 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ 4 പേരും ഡിഫറെന്റ്, 5 പേരും ഡിഫറെന്റ്, 4 പേരും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് എന്തും പറയാനും ഷെയർ ചെയ്യാനും ഒന്നൊരു മടിയില്ല. ഫീൽ ഫ്രീ ആണ്. നമ്മൾ മറ്റുള്ള ജോലി എടുക്കാൻ പറ്റുന്നുണ്ട്, അതോടൊപ്പം നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു ക്ലാസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വിഷമിച്ചിട്ട് ഈ ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ അല്ലേ? അയ്യോ, നിങ്ങൾക്ക് ആദ്യം ക്ലാസ്സിൽ കയറി വന്നിട്ടുണ്ടോ? ഇല്ല. വിഷമാണ് മാഡം. ഇഷ്ടപ്പെട്ട് കയറുന്നതെന്നാണ് നമുക്ക് മനസ്സിലായത്. കാരണം നിങ്ങളുടെ സംസാരങ്ങളേക്ക് നമുക്ക് മനസ്സിലാവും. കാരണം 1 മണിക്കൂർ എന്നുള്ളത് ശരിക്കും നിങ്ങൾ ഈ 1 മണിക്കൂർ നമ്മൾ ആ ഒരു 1 ഇയർ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മിസ് ചെയ്യും.
1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആ കുട്ടികളത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ശരിക്കും അത് അറിയാൻ പറ്റിയത്. ടീച്ചർ ആ 11:30 എന്തായാലും മിസ് ചെയ്യും. കാരണം നമ്മൾ 12 കുട്ടികളെ ഒന്നുമല്ല. സ്കൂളിൽ പറഞ്ഞയച്ച് നമ്മൾ ഫ്രീ ആയി നിൽക്കുന്ന ആ ടൈമിലാണ് നമ്മൾ കയറുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ആ ടൈം നമുക്ക് മിസ് ചെയ്യുക തന്നെ ചെയ്യും. കാരണം നമ്മൾ ഒരു പോസ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവുന്നില്ല. നമുക്ക് പറ്റിയ ടൈമാണ് പഠിക്കാനേ, നമുക്ക് പറ്റിയ ടൈം. അതുപോലെ ശനിയും ഞായറും നമുക്ക് കുട്ടികളോട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈമുണ്ട്. എല്ലാത്തിനും നല്ല ഇതിനെല്ലാം നല്ല നമ്മൾ രീതിയിൽ. പറയുന്നത് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ജയദേവ് സാറിനോടാണ്. സാറിന്റെ ഒരു ദിവസം ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുള്ള ഇൻട്രൊഡക്ഷൻ അല്ലേ? അതെ അതെ. സാറ് അങ്ങനെ ഒരു മനുഷ്യനില്ലാതെ ഇങ്ങനെ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനം തന്നെ ഇല്ല. സാറും സിൻഡാജ് സാറും മാഡം. അപ്പോ സാറെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും കടപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണ്. നിങ്ങളൊന്ന് ആലോചിക്കും, ഞങ്ങൾ ഇത്രയും കൂളായിട്ടുള്ള ക്ലാസ് എടുക്കണമെങ്കിൽ നമുക്ക് ഓഫീസിൽ തരുന്ന ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നാണ് അല്ലെ? അതെ. അപ്പൊ സാറിനോട് അത്രയും നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഒരു കോഴ്സ് ഇത്ര ഒരു അഫോർഡബിൾ പ്രൈസിൽ കിട്ടിയത് തന്നെ ഭാഗ്യമാണ്. കാരണം ഒരു ഓഫ്ലൈനിൽ കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ഇത് ഓൺലൈനിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ? എല്ലാ കാര്യങ്ങളാണെങ്കിലും ഇപ്പോ ഈ ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിൽ നടത്തുന്ന സമയം മിക്കത് ഒരു കോൺവൊക്കേഷൻ സെറമണിയോ സർട്ടിഫിക്കറ്റ് സെറമണിയോ ഒന്നും നടത്തുന്നില്ല. മിക്ക സമയം ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് പൈസയൊക്കെ വാങ്ങിച്ചിട്ടാണ് അവർ നടത്തുന്നത്. നമ്മൾ നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ ഫീ മാത്രം ചോദിച്ചിട്ടാണ്. പക്ഷെ ഒരു തരത്തിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പഠിപ്പിച്ചിട്ടൊന്നുമല്ല വിടുന്നത്. ആവശ്യത്തിൽ കൂടുതലേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ? നമ്മള് കണ്ടന്റിനൊപ്പം നമ്മളെ സിലബസിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് ക്ലാസ്സിൽ, അതുപോലെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു സിലബസിന്റെ ഭാഗമാണെങ്കിലും അതിങ്ങനെ ഒരു ക്ലാസ്സിൽ വരാമെന്നുള്ളത് നമ്മൾ പ്രഡിക്ട് ചെയ്തിട്ടില്ല, നമ്മൾ പ്രിപ്പയർഡ് ചെയ്തിട്ടുള്ള ഈ ക്ലാസ്സിൽ വരുന്നത്. കണ്ടന്റ്സുകൾ നമ്മൾ നോക്കും, പക്ഷെ നിങ്ങളുടെ ഇന്ററാക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ് പോകുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ അങ്ങനെ അനുസരിച്ചായിരിക്കും ടീച്ചർ ബിഹേവ് ചെയ്യുന്നത്. അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ക്ലാസ്സിൽ ഇങ്ങനെ കണ്ടന്റ്സ് പഠിപ്പിച്ചെടുക്കാന്ന് മാത്രമല്ല. ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും കണ്ടന്റ്സ് പഠിച്ചേലേ ഓരോ പോയിന്റ്സും പറഞ്ഞ് നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് പോയില്ലേ? ഇവിടെ വരെ എത്തി. എന്തുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്? നിങ്ങൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്താണ് നമ്മൾ ഇതിനെ സംസാരിച്ചു കൊണ്ടുപോകുന്നത് അല്ലെ? യെസ്, അത് തന്നെയാണ് മോണ്ടിസോറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ഫ്രീ എൻവയോൺമെന്റ് തന്നെയാണ് അല്ലെ? അങ്ങനെ ആ ഫ്രീ എൻവയോൺമെന്റിൽ നിന്നാണ് നല്ലൊരു ടീച്ചേഴ്സിനെ നമ്മൾ വാർത്തെടുക്കുന്നത്. നിങ്ങൾ എല്ലാവരും നല്ല ഏബിൾ ആയിട്ടുള്ളവരാണ്. എല്ലാത്തരം കപ്പാസിറ്റി എല്ലാവരും ഉണ്ട്. പക്ഷെ നിങ്ങളുടെ കഴിവുകൾ കാണാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഈ വന്ന കുട്ടികളൊക്കെ ഒരു കഴിവോ കപ്പാസിറ്റി ഒന്നും ഇല്ലാത്തവരായിരുന്നു ആദ്യ സമയത്ത്. അവരെന്തുകൊണ്ട് ഒരു കൊല്ലത്തിൽ മാറി? ഒരേ അവസരങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തു, അവസരങ്ങൾ അവർ സ്വീകരിച്ചു, അവർ എഫേർട്ട് എടുത്തു, അവർ വർക്ക് ചെയ്തു, കഷ്ടപ്പെട്ടു, ആത്മാർത്ഥത കാണിച്ചു കുറെ കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഓരോരുത്തർ സംസാരിക്കുന്ന രീതി വരെ മാറിയതോ നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു കുട്ടി ഒരിത് സംസാരിക്കില്ല, ആള് ഭയങ്കര മോശമായിട്ടൊക്കെ ഉള്ള ലാംഗ്വേജ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നൊരു ചെറിയൊരു പ്രസംഗമൊക്കെ നടത്തിയ സമയത്ത് നമുക്ക് ശരിക്കും അഭിമാനം തോന്നിപ്പോയി. കാരണം ഞങ്ങളുടെയൊക്കെ ഒരു പങ്ക് അതിലുണ്ട് എന്നുള്ളത് മനസ്സിലായി. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ആ കുട്ടി അക്സെപ്റ്റ് ചെയ്തു, സംസാര രീതി മാറി, മാനറിസം മാറി, ടീച്ചേഴ്സിനോട് കുട്ടികളോട് കൂടെയുള്ള ആൾക്കാരോടുള്ള അപ്രോച്ചസ് മാറി, വീട്ടിലുള്ള ആൾക്കാരുടെ റെസ്പോൺസ് അതാണ്. അവരുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്ന കേട്ടാൽ നമുക്ക് അവരുടെ പാരന്റ്സ് വരെ നമ്മളോട് പറയാണ്, ടീച്ചറെ ഈ സൈക്കോളജി ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടേ പിന്നെ അവർക്ക് ദേഷ്യം മാറി, ഞങ്ങളോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി, ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് പാരന്റ്സ് വരെ പറഞ്ഞു നമ്മളോട്. അപ്പോ നമ്മൾ പോലും അറിയാതെ അതൊക്കെ കുട്ടികൾ അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല. നമ്മൾ ഇതിനൊരു പ്രിപ്പയർഡ് ചെയ്ത് വന്ന് പഠിപ്പിക്കണമെന്നില്ല. നമ്മുടെ ടോപ്പിക്സ് നമ്മൾ ഓക്കെയാണ്, പക്ഷെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളോട് അടുത്ത് നിന്ന് പറയാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു ഇതായിരിക്കും അല്ലെ? ദൈവത്തിന്റെ ഒരു ഗ്രേസ് കൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. എന്നും അത് ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ സ്വന്തം ജീവിതത്തിൽ തന്നെ നമുക്ക് പ്രാവർത്തികമായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ ഇതിൽ നമ്മളെ ക്ലാസ്സിലുള്ള ആൾക്കാർ തന്നെ ചിലപ്പോ ഇപ്പൊ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പോ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. കാരണം മുന്നേ ആണെങ്കിൽ നമുക്ക് ദേഷ്യം വരും, കുട്ടികളെ അടിക്കും. പക്ഷെ ഇപ്പോഴതെന്തായാലും മാറ്റിയിട്ടുണ്ടാവും. കുട്ടികളോട് കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം എന്റെ മോനിൽ ഞാനത് മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം അവൻ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്ക് പറയുമ്പോൾ അവന് പഠിക്കൂല, അവന് തീരെ ഇരിക്കൂല. പക്ഷെ ഞാന് അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഭവം എടുത്ത് അതിലൂടെ ഞാൻ അവനെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പൊ അവനിക്ക് നല്ല ഇൻട്രസ്റ്റാ. വന്ന് ഹെൽപ്പും ചെയ്യും, അവനെ പഠിപ്പിക്കാനും പറ്റും. രണ്ടും നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പഠിപ്പിക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ എന്നുള്ള ടെൻഷൻ ആയിരിക്കും. ഇപ്പൊ അതില്ല, രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ കുറെ കൂടി മനസ്സിലാക്കിയാണെങ്കിലേ നമ്മുടെ കുറെ ടെൻഷൻസ് ഒക്കെ പോകും. നമ്മൾ ഈ ഭൂമിയിൽ കുറച്ച് നാളേ ഉള്ളൂ അല്ലെ, വളരെ കുറച്ച് നാളേ ഉള്ളൂ. നമ്മൾ എന്തിനൊക്കെ വേണ്ടി കുറെ ടെൻഷൻസ് ഒക്കെ ഇതിനു മുന്നേ അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോൾ നമുക്ക് എന്തിനു വേണ്ടി ആലോചിച്ചു, എന്തിനു വേണ്ടി ചെയ്തു എന്ന് പിന്നീട് ആലോചിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ നമ്മുടെ ലൈഫിനെ നമ്മൾ വളരെ ഈസി ആയിട്ട് കാണുകയാണെങ്കിൽ കുറെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരില്ല. നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലുള്ളൂ. നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ ബിഹേവിയർ മാറ്റുന്ന കുറെ കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ എല്ലാ മനുഷ്യനേ ഉള്ളൂ. പക്ഷെ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ജീവിതം തന്ന ദൈവത്തിനോടാണ് നമ്മൾ അത് നന്ദി പറയുന്നത്. നമ്മൾ പലരും എന്താണ് നമ്മുടെ ലൈഫ് എന്താണെന്ന് ആദ്യം തിരിച്ചറിയാതെയാണ് ജീവിച്ചു പോകുന്നത്. ഓരോ ദിവസവും ചിലർ പറയാറില്ലേ, ഇന്നത്തെ ദിവസം ഞാനൊന്ന് കഴിച്ചു കൂട്ടി, ഇതിനെ നല്ല ഹാപ്പി ആയിട്ടെന്ന് വിചാരിച്ചു നോക്കി. ഈ ഒരു ദിവസം നമ്മുടെ ദിവസം ഇന്ന് മാത്രമേ ഉള്ളൂ. നാളെ നമ്മൾ ഉണ്ടോന്ന് പോലും നമുക്കറിയില്ല അല്ലെ. ഓരോ ദിവസം ആരൊക്കെ കൂടെ ഉണ്ട്, കൂടെ ഉള്ളവരോടൊപ്പം സ്നേഹത്തോടെയും, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും വീട്ടിലുള്ളവരാണെങ്കിലും എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാനും ഇടപെടാനൊക്കെ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ ആയിരിക്കും ഒരുപാട് മാറ്റങ്ങൾ നിന്നിൽ വരും. അതായത് നിങ്ങൾ ഇതേപോലെ കുറെ പേരെ മാറ്റിയെടുത്തുകൊണ്ട് പറഞ്ഞതാണ്. ഇങ്ങനെ അങ്ങനെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഓക്കെ, വരും, നന്നായിരിക്കും കേട്ടോ. അങ്ങനെ അല്ലാത്തവരിൽ എന്തെങ്കിലും മാറ്റി, ദേഷ്യം വാശിയൊക്കെ മാറ്റി നിങ്ങൾ ആ ഒരു റുട്ടീൻ ലൈഫിലേക്ക് മാറണം. പ്രത്യേകിച്ച് ഒരു അധ്യാപകർ, നമ്മളൊരു റോൾ മോഡൽസ് ആണ് മറ്റുള്ള കുട്ടികൾക്ക് അല്ലെ. അതിന് നമുക്ക് സാധിക്കണം. നല്ലൊരു അധ്യാപനം, അതായത് ജീവിതത്തിലുടനീളം നമ്മൾ മരിക്കുന്നവരെ നമ്മൾ ടീച്ചേഴ്സ് ആണ് അല്ലെ. നമ്മൾ ടീച്ചർ എന്നല്ല എല്ലാവരും കുട്ടികളും മരണം വരെ നമ്മൾ ഈ ഒരു പ്രൊഫഷനിലാണ്. അത് തന്നെ ദൈവത്തിന്റെ ഏറ്റവും നല്ലൊരു ഇതായി. എപ്പോഴും ആ ഒരു പോസിറ്റീവ് പവർ നമ്മുടെ കൂടെ ഉണ്ടല്ലേ. ദൈവം എന്നൊരു പോസിറ്റീവ് പവർ ആണ് നമ്മൾ വിചാരിക്കുന്നത്. അതിനെപ്പോഴും വിശ്വസിക്കുക. നല്ല കാര്യങ്ങൾ, നല്ല ചിന്തകൾ എപ്പോഴും ഉണ്ടാവുക. നല്ലത് ചെയ്യാൻ മാത്രം മാക്സിമം ശ്രമിക്കുക. നെഗറ്റീവ്സുകൾ വരും, വരാതിരിക്കില്ല. അപ്പ് ആൻഡ് ഡൗൺസ് ഉള്ളതാണ് നമ്മുടെ ലൈഫ് അല്ലേ. നെഗറ്റീവ്സുകൾ വരും, പക്ഷെ അതിനെ നമുക്ക് മറികടക്കാനായിട്ട് നമുക്ക് പറ്റണം. നമ്മൾ വിചാരിച്ച പറ്റാത്ത കാര്യങ്ങളില്ല. നിങ്ങൾ എല്ലാവരും ഡിഫൻസ് മെക്കാനിസം പഠിച്ചവരല്ലേ? 12 മെക്കാനിസം പഠിച്ച ആൾക്കാരാണ് അല്ലെ. അതെ, ഇത്രയും മനസ്സിനെ നിയന്ത്രിക്കാൻ 12 തന്ത്രങ്ങൾ നമുക്കറിയാം. പിന്നെ എന്താ പ്രശ്നം? പിന്നെ ഈ തന്ത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആ തന്ത്രങ്ങൾക്കൊക്കെ ഇങ്ങനെയാണ് പേരെന്ന് മനസ്സിലായത് മിസ് ക്ലാസ്സിന് ചേർന്നപ്പോഴാണ്. തന്ത്രങ്ങളൊക്കെ ആദ്യം ഉപയോഗിച്ചിരുന്നത് പേരിതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതെ അതെ. അതെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമായിരുന്നു പ്രൊജക്ഷൻ അല്ലെ. പ്രൊജക്ഷൻ എന്താണ്? പ്രക്ഷേപണം. പ്രൊജക്ഷൻ എന്താണെന്ന് അറിയാലോ? മറന്നുപോയോ? പ്രൊജക്ഷൻ എന്താന്നറിയാം മാം എന്ന് പറഞ്ഞ പേരിന്റെ പേരോർമ്മയുണ്ട്, പക്ഷെ അതിന്റെ മെക്കാനിസം എന്തായിരുന്നു എന്ന് ഓർമ്മയില്ല. അശ്വതി മിസ് അല്ലേ എടുത്തത്? അതെ അതെ, മിസ് കേൾക്കണ്ട, അന്ന് എടുത്ത ആ സമയത്ത് കേൾക്കും. പേര് ഓർമ്മയുണ്ട്, പ്രൊജക്ഷൻ എന്നുള്ള പേര്, പക്ഷെ എന്തായിരുന്നു എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഇപ്പൊ ആരാ പറയാം, ഇപ്പൊ നമ്മുടെ സഫീദ ഒരു ഗ്ലാസ് പാല് ടേബിളിൽ വെച്ചിട്ടുണ്ട്. സഫീദ ഒരു ഗ്ലാസ് പാല് ടേബിളിൽ വെച്ചിട്ട് സഫീദ പോയി. പെട്ടെന്ന് പോയ സമയത്ത് ആരോ അകത്തേക്ക് കയറിയതിനു ശേഷം എന്താണ്, ഗ്ലാസ് അറിയാതെ താഴെ വീണ് പൊട്ടി. സഫീദ എന്ത് പറയും? ഗ്ലാസ് താഴെ വീണ് പൊട്ടിയതിന് സഫീദിനെയാണോ താഴെ എന്ത് പറയുന്നത്? അതാരും അവിടെ കൊടുന്ന് വെച്ചപ്പോ പൊട്ടിയതാണ്, എന്റെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് അല്ല എന്ന് പറയും. ഞാനവിടെ ഇത് ആര് പൊട്ടിച്ചതാണ്, അല്ലാതെ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് വെക്കാൻ പാടാത്ത സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് അല്ലെ. ടേബിളിൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ. ടേബിളിൽ അറ്റത്ത് കൊണ്ടുവന്ന് പാല് വെച്ചു, ഗ്ലാസ് വെച്ചേക്കും. നീ എന്തിനാണത് നീ കാരണമാണ് ഗ്ലാസ് പൊട്ടിയെന്നല്ലേ പറയുള്ളൂ. അല്ലാതെ ഞാൻ ഗ്ലാസ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണെന്ന് നമ്മൾ പറയോ? നമ്മൾ വിശാല മനസ്കരോട് നമ്മൾ പറയാറുണ്ടോ? പറയുന്നത്. അതുപോലെ എക്സാമിന് തോറ്റാലും പറയും അത് ഭയങ്കര ടഫ് ആയതുകൊണ്ടാണ് തോറ്റത്. ഇപ്പൊ അമ്മയാണ് ചെയ്തെങ്കിലും നമ്മൾ ഉമ്മച്ചയാണ് ചെയ്തെങ്കിലും ഉമ്മച്ചി എന്തിനാണ് അത് അവിടെ വെച്ചത്? ഉമ്മച്ചി അത് അവിടെ വെച്ചത് കൊണ്ടാണ് അത് താഴെ നിന്ന് പൊട്ടിയത് അല്ലെ. അല്ലാതെ ഞാൻ വെച്ചിട്ടല്ല അല്ലെ. ദാറ്റ് ഈസ് പ്രൊജക്ഷൻ അല്ലെ. നമ്മുടെ ഫീലിങ്സ് മറ്റൊരാളെ നമ്മൾ ഏൽപ്പിക്കുന്നതിനെ അടിച്ചേൽപ്പിക്കുന്നതാണ് പ്രൊജക്ഷൻ അഥവാ പ്രക്ഷേപണം എന്ന് പറയുന്നത്. പ്രക്ഷേപണം എന്ന് വെച്ചാൽ പ്രൊജക്ഷന്റെ സൈക്കോളജിക്കൽ നെയിമാണ് കേട്ടോ, മലയാള പദമാണ്. അതെ, ഈ ക്ലാസ്സിൽ വന്നോണ്ടാണ് എനിക്ക് നേരിട്ട് പോയിട്ട് സ്കൂളിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയതും അതേപോലെ നല്ല ഇത് കിട്ടിയതും. പോയോ സ്കൂളിൽ പ്രാക്ടീസിന് പോയോ? പ്രാക്ടീസിന് പോയിരുന്നു, നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു. അപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടി, എക്സലന്റ് ആയിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നല്ലൊരു ടീച്ചറാണ് കേട്ടോ, തന്നെ ഫോളോ ചെയ്യാം കേട്ടോ.
വേറെ കാര്യങ്ങളൊന്നും നോക്കരുത്. നമ്മുടെ പ്രൊഫഷൻ എന്താണോ അതിൽ നോക്കി കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാ കേട്ടോ. ഓക്കെ. അപ്പൊ ഇതിൽ വന്നോണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ചെയ്യാൻ പറ്റിയത് ഇങ്ങനെ. പിന്നെ എനിക്ക് കുറച്ച് നെഗറ്റീവ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറി കിട്ടി. വെരി ഗുഡ് വെരി ഗുഡ്. തിരിച്ചറിയാൻ പറ്റുന്നില്ല നെഗറ്റീവ്സ് ഒക്കെ പോയിന്ന്? ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. പോയിക്കോട്ടെ പോയിക്കോട്ടെ. ഇനി എന്ത് നെഗറ്റീവ്സ് വന്നാലും അതിനെ നേരിടണം കേട്ടോ. നേരിടാം Okay. കോൺഫിഡന്റ് ആയിട്ട്. ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല ടീച്ചർമാരാണ്, നല്ല ടീച്ചർമാരാണ്, മാസ്റ്റർമാരാണ്. അതുകൊണ്ട് നല്ല എനർജിയാണ് ക്ലാസ്സിൽ കയറാനും. ഓക്കെ. എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യാൻ റെഡിയായി നിൽക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു പ്രശ്നം നമ്മളിൽ വരാനില്ല കേട്ടോ. ഇല്ല. എല്ലാവരും പറയുന്നത് കേട്ടോ. നമ്മൾക്ക് മാറ്റാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മളൊന്നും അതിനെ പറ്റി ആലോചിക്കുന്നില്ല. എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ച് നമുക്ക് തന്നെ എന്തെങ്കിലും വ്യക്തി വയ്ക്കും. നമ്മുടെ ഹെൽത്തിനെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും വരുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ലൈഫിലുള്ളൂ. പ്രശ്നമുള്ളൂ, അത് നമ്മ വലിയ പ്രശ്നമാക്കും. അതെ, ഈ പ്രശ്നമാക്കരുത് കേട്ടോ ഷിനാസ്. ഇല്ല നേരത്തെയാണ്. പിന്നില്ലേ ഒരു കാര്യം പറഞ്ഞില്ല, ഇപ്പൊ ടീച്ചർ ഇപ്പൊ ഒരു ഗിഫ്റ്റ് കാണിച്ചു തന്നില്ല കുട്ടികൾ തന്നത്. ഇത് നിങ്ങൾ വേറൊരു നെഗറ്റീവ് തോട്ടിൽ ആരും എടുക്കരുത്. കാരണം കുട്ടികൾ ഞങ്ങൾക്ക് സ്നേഹസമ്മാനം പോലെ തന്നതാണ്. നമ്മൾ ആരോടും ഒരു കുട്ടികളോടും പറയുന്നില്ല നിങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരാനായിട്ട് ആരും ഇവിടെ നിന്ന് നിർദ്ദേശിക്കുന്നില്ല കേട്ടോ. ആ ഒരു രീതിയിൽ നിങ്ങൾ ആരും എടുക്കരുത്. കുട്ടികൾ അവരുടെ ഇഷ്ടത്തിൽ അവരുടെ ഇഷ്ടപ്രകാരമാണ് ഓരോ ഗിഫ്റ്റ്സും കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ അത് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. ഇതേപോലെ വേറൊരു കുട്ടികളും 6th ബാച്ചിൽ തന്നിരുന്നത് അവരെല്ലാവരുടെ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ പറയുന്നേ ഇല്ല കേട്ടോ. അത് അവരുടെ ഇഷ്ടത്തിൽ അവർ ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾ ആരും ആ ഒരു ചിന്തയിൽ എടുക്കരുത്. അതൊന്നും ടീച്ചർ എക്സ്ട്രാ പറഞ്ഞോളൂ. മനസ്സിലായില്ലേ കാര്യങ്ങള്? അതെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇഷ്ടമാണല്ലോ. ഇഷ്ടം വരുമ്പോൾ തന്നെ നമ്മൾ അത് ചെയ്തു പോകുന്നതല്ലേ, അല്ലാതെ അതാരും പ്രേരണ കൊണ്ട് തരുന്നതല്ലല്ലോ. അതെ. ഇനി ആ ഗിഫ്റ്റ് സ്വീകരിച്ച ഒരു സമയം കാണിച്ചു തരാം. കണ്ടോ, ഗ്രീൻ സാരി കാണാം. ഗ്രീൻ സാരി. ഇത് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടോ തന്നത്. കാരണം ഈ സൈക്കോളജി ക്ലാസ്സിനെ പറ്റി ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആയ ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ തന്നിട്ടാണ് ഇവർ എന്നെ വിളിച്ചത്. അപ്പൊ എനിക്ക് അന്നാണ് മനസ്സിലായത് അത്രയും അവർക്ക് ആ ക്ലാസ്സുകള് അത്രയ്ക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന്. അതായത് നിങ്ങൾക്ക് പറയുന്നത് കേട്ടാൽ മനസ്സിലാവും കുട്ടികൾ എത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ഭയങ്കര സന്തോഷം. ജീവിതത്തില് ഇങ്ങനെയൊക്കെ സന്തോഷം വളരെ റെയർ ആയിട്ട് കിട്ടുള്ളൂ കുട്ടികളിൽ നിന്ന്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എല്ലാ ടീച്ചേഴ്സിനും കുട്ടികൾ പോയതിനെ ഓർത്തിട്ട്. അങ്ങനെ വിഷമിക്കണമെങ്കിൽ അത്രയും നല്ല കുട്ടികളായതുകൊണ്ടല്ലേ നമ്മളത് എല്ലാവരും ഒരേപോലെ തന്നെ. ഒരു ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള ഒരു മാം ഉണ്ടായിരുന്നു അതില്, ജോളി വർഗീസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആള് പക്ഷെ എക്സാം എഴുതിയിട്ടില്ല. അയാള് ഒരുപാട് ഡിഗ്രീസും ക്വാളിഫിക്കേഷൻസും ഉള്ള. പക്ഷെ എനിക്ക് തോന്നുന്നു 70-65 വയസ്സോളം ആയിട്ടുണ്ട് ആൾക്ക്. ജോളി വർഗീസ് എന്നാണ് പേര്. അപ്പൊ ആളും ഭയങ്കര എക്സാം തന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബാച്ചിന്റെ ഒപ്പം ആയിരിക്കും ചിലപ്പോൾ എക്സാം എഴുതുന്നത് ആള്. അപ്പൊ നിങ്ങളുടെ കൂടെ ആയിരിക്കും കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ആ മാം മാത്രം ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലാ കുട്ടികളും അറ്റൻഡ് ചെയ്തു. അപ്പൊ ഏറ്റവും നല്ലൊരു കോൺവൊക്കേഷൻ കൂടുതൽ അനുഭൂതിയാണ് ഞങ്ങൾക്ക് കേട്ടോ. യെസ്, അപ്പൊ നിങ്ങൾ ആ ഒരു ഡേയിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ആ ഒരു ദിവസം നിങ്ങളെ തേടി വരും അല്ലെ. 1 ഡേ എന്ന് നമ്മൾ പറയാറില്ലേ, 1 ഡേ. കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്ത ആരും കണ്ടതില്ലേ? കോൺവൊക്കേഷൻ ചെയ്തിട്ടുള്ളവരെ വേറെ ഏതെങ്കിലും കോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്? ആദ്യമായിട്ടാണ്. അപ്പൊ എല്ലാം നല്ല രീതിയിൽ അങ്ങ് ആഗ്രഹിച്ചോളൂ കേട്ടോ. എല്ലാം വരാനും പറ്റട്ടേന്നും കൂടി പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ, ഡ്രീം കം ട്രൂ. സഫീദ പറഞ്ഞോ, 1 ഡേ ആൻഡ് കോൺ ഫ്ലൈ അവേ അല്ലേ? യെസ്, നിങ്ങൾക്ക് അന്ന് ആ ഒരു വേദിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യാം, നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ? അതെ. ഇപ്പൊ ഏകദേശം ഒരു ലക്ഷ്യമില്ല ഇപ്പൊ കോൺവൊക്കേഷനിലേക്ക് എത്തിച്ചേരാം. അതിനു മുന്നേ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. എക്സാം, പ്രാക്ടിക്കൽസ്, വൈവേഴ്സ്, റെക്കോർഡ്സ് ഇതൊക്കെ കഴിഞ്ഞ് ഇതിന്റെ പൂർണ്ണതയിലാണ് നിങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി വരുള്ളൂ അല്ലെ? അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെ? കാണാം. പിന്നെ അതിന്റെ ചെയ്യാം. ബാക്കി നമുക്ക് ഇനിയിപ്പോ അധികം പോർഷൻസ് ഇല്ല, പെട്ടെന്ന് തീരും. അതാണ് പതി എടുക്കുന്നത്. മിസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ടിവിറ്റി കാണിച്ചു തരാനുണ്ടായിരുന്നു, കാണിച്ചു തരട്ടെ? ആ, കാണിച്ചോളൂ. ഏതായിരുന്നോ? പോസ്റ്റർ മേക്കിംഗ്.
ആ അതെ സേവ് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എല്ലാവരും സൂക്ഷിച്ചു വെക്കണം കേട്ടോ, ഒന്നും മിസ്സായി പോരുത്. ഓക്കെ. നിമിഷ കാണിച്ചോളൂ. ഒരു മിനിറ്റ് ഇട്ടാളോ, ഒരു മിനിറ്റ് ഇട്ടാളോ. ചെയ്യട്ടെ, പിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിൻഷ ഓക്കെ കൊള്ളാട്ടോ. ചാർട്ടിലാണോ ചെയ്തത്? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കാര്യമായിട്ട് ഇരുന്ന് ചെയ്തല്ലേ പിൻഷ? ചെയ്തു. നിങ്ങൾക്ക് വർക്ക് നിങ്ങൾ പോലെ ചെയ്താൽ മതി കേട്ടോ. പാരൻസ് കാണുന്നില്ലടോ. മാം സേവ് ട്രീസ്. പുസ്തകത്തിലാണോ ചെയ്തിരിക്കുന്നത്? അതെ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ താങ്ക് യു. സൈൻ ഔട്ട് ഉണ്ടോ? ടീച്ചർ ഒരു കാര്യം കൂടി പറയട്ടെ. ടീച്ചർ ഇപ്പൊ ഫസ്റ്റ് കയറുമ്പോൾ നിങ്ങളോട് പ്രെയർ, തോട്ട്, സൈൻ ഇൻ ഒക്കെ ചെയ്യാൻ പറയും, സൈൻ ഔട്ട് ഒക്കെ ചെയ്യാൻ പറയും. കുറെ പേരൊക്കെ ഇരുന്ന് മാറിയൊക്കെ നിൽക്കാറുണ്ട്. നിങ്ങൾ ആ ലാസ്റ്റ് സമയത്ത് ആ പിള്ളേർ പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിലാക്കി ടീച്ചറെ ഇനി ഒരു സൈൻ ഔട്ട് പറയാനൊരു ദിവസമില്ല, ഇനി ഒരു പ്രെയറും അല്ലാന്നൊരു സമയമില്ല, ഇനി ഒരു തോട്ട് പറയാനൊരു ക്ലാസ് ഇല്ല. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും. അപ്പൊ നിങ്ങൾ ഇതിനൊക്കെ മിസ് ചെയ്യാതെ സൂക്ഷിക്കുക. നിങ്ങളെ അവസരം കിട്ടുമ്പോഴൊക്കെ പ്രെയർ പാടാ, തോട്ട് പറയാ, സൈൻ ഇൻ ചെയ്യാൻ, സൈൻ ഔട്ട് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഈ ഒരു പീരീഡ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പിന്നെ ഇതായിരുന്നു ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോഴുള്ള അവസരം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി എങ്കിലും അത് മാറ്റം വരട്ടെ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ സൈൻ ഔട്ട് ഉണ്ടോ ആരെങ്കിലും? യെസ് മാം, പാട്ട് പാടാൻ. ആരാണ്? ഷിൽജി. ശരി, പറഞ്ഞോളൂ. കുക്കിക്കുറുകിയും കൂകുക്കുവിയും വേൽക്കായും വെട്ടുകിളി കാതോരം കൊത്തിപ്പെറുക്കിയും കുറുവാലിട്ടാട്ടിയും പടകുട്ടിപ്പായാനെന്തേ കുഞ്ഞാറ്റ കുഞ്ഞുങ്ങൾ കുരുവിക്കുരുന്നുകൾ നിന്നെ ഒരാളെയും പേടിച്ചു നിൽപ്പാണേ കുക്കിക്കുറുകിയും കൂകുക്കുവിയും വേൽക്കായും വെട്ടുകിളി കാതോരം കൊത്തിപ്പെറുക്കിയും കുറുവാലിട്ടാട്ടിയും പടകുട്ടിപ്പായാനെന്തേ അലനുരയും ഒരരുവിയിൽ ഒരു ചെറുമണി മരനിഴലിൽ വേൽ വിരിച്ച കസവ് തുന്നുമരിയ ചിത്രശലഭം. അലനുരയും ഒരരുവിയിൽ ഒരു ചെറുമണി മരനിഴലിൽ വേൽ വിരിച്ച കസവ് തുന്നുമരിയ ചിത്രശലഭം. മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും. മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും. മാറോട് ചേർത്തൊന്നു കൊഞ്ചിച്ചൂടി എല്ലാരും നിന്നൂടെ ഉല്ലാസത്തല്ലല്ലേ കൊക്കിക്കുറുകിയും കൂകുക്കുവിയും വേർക്കായും വെട്ടുക്കിളി കാതോരം കൊത്തിപ്പെറുക്കിയും കുറുവാലിട്ടാട്ടിയും പടകുട്ടിപ്പായാനെന്തേ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. നല്ല പാട്ട്, പാടാൻ പറ്റിയ പാട്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.